ശ്രീ കൃഷ്ണകുമാർ, സ്വാഗതം. വളരെയധികം സന്തോഷം. ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം കുംഭമേളയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത് ചിലപ്പോൾ ചില ജീവിതത്തിൽ ചില സംഭവങ്ങൾ നമ്മൾ വിചാരിച്ചിട്ട് നടക്കുന്നതല്ല, അതങ്ങ് സംഭവിക്കുന്നതാണ്. കാരണം നമ്മൾ ഈ കുംഭമേള എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും മഹാകുംഭമേളയാണ് ഇപ്പൊ സംഭവിക്കുന്നത്. 144 വർഷങ്ങൾക്ക് ശേഷം ഇത് ആരംഭിച്ച പ്രയാഗിൽ തന്നെ തിരിച്ചു വരികയാണ്, പ്രയാഗ്രാജിൽ. അപ്പൊ അവര് പറയുന്നത് അന്നത്തെ നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ എല്ലാം കൊണ്ട് ഏറ്റവും നല്ല സമയം. പക്ഷെ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു, വ്യക്തികൾ മാറിയിരിക്കുന്നു. ഇനി ഇതുപോലെ സംഭവിക്കണമെങ്കിൽ ഇതുപോലെ 144 വർഷമോ അതിൽ കൂടുതലോ കഴിയേണ്ടി വരും. അപ്പോ ഞാനിങ്ങനെ ഒരിക്കൽ ആഗ്രഹിച്ചു, ഇത് എന്താണ് ഈ കുംഭമേള അല്ലെ മഹാകുംഭമേള, പോകണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് ട്രെയിനിൽ സഞ്ചരിക്കാം. അപ്പൊ ഈ ആൾക്കാരുടെ ഇടയിൽ കൂടി നമുക്ക് പോകാമല്ലോ, എല്ലാ അനുഭവം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പോയ ദിവസം പ്രത്യേകിച്ച് 14-ാം തീയതി മകരസംക്രാന്തി ആയിരുന്നു. അന്ന് 3.5 കോടി ആളുകളാണ് ഈ ത്രിവേണി സംഗമത്തിൽ എത്തിയത്. ഗംഗ, യമുന, സരസ്വതി മൂന്നും കൂടി മേർജ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോ അവിടെ എത്താൻ വലിയ പ്രയാസമാണ്. കാരണം കിലോമീറ്ററുകൾ നമ്മൾ നടക്കണം. കാരണം ഇത്രയധികം ആൾക്കാരുള്ള റോഡുകളിൽ വാഹനങ്ങൾ നിരോധിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ ഭാരതത്തിൽ ഉത്തർപ്രദേശ് തന്നെ 10-25 കോടി ജനങ്ങൾ, അതിൽ ഒരു പോയിന്റിലേക്ക് 3.5 കോടി ജനങ്ങൾ വന്നിട്ട് ഈ ട്രെയിനിലാണെങ്കിലും റോഡിലാണെങ്കിലും എയർവേസ് എല്ലാവരെയും കറക്റ്റായിട്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന പോലീസ് സംവിധാനങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ വൃത്തി എന്ന് വെച്ചാൽ ഇത്രയും വൃത്തിയാക്കി വെച്ചിരിക്കും. ഇത്ര ആളുകൾ വന്നിട്ട്, അതായത് സ്ത്രീകൾ ഉൾപ്പെടെ വരുന്നതുകൊണ്ട് വസ്ത്രങ്ങൾ മാറാനുള്ള അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നതും, ആരോഗ്യം ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ത്രിവേണി സംഗമത്തിൽ തന്നെ ഫ്ലോട്ടിംഗ് ആംബുലൻസുകൾ ബോട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു, ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിരുന്നു, NDRFന്റെ ആൾക്കാർ. ഈ മുകളിലോട്ട് നമ്മൾ നോക്കിയാൽ ദ്രോണുകൾ ഇങ്ങനെ പറക്കുകയാണ്, സെക്യൂരിറ്റി കാര്യങ്ങൾ. ഒരു ചെറിയ അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളോ നടക്കുന്നില്ല. അതിമനോഹരമായി സംഘടിപ്പിച്ചിരിക്കുന്നു. ഇതൊരു റിലീജിയസ് ഫംഗ്ഷൻ പോലുമല്ല, ഇതൊരു ഹൈലി സ്പിരിച്വൽ സംഭവമാണ്. അപ്പോൾ അനുഭവം ചോദിച്ചു ശ്രീധർ, കൃത്യമായിട്ടൊരു അനുഭവം ഒരു മനുഷ്യന്റെ അകത്തുള്ളതാണ്. നമുക്ക് അങ്ങനെ അനുഭവം പങ്കിടാൻ പറ്റില്ല. പക്ഷെ അവിടെ കണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ, വലിയ പണക്കാർ, മേ ബി VIP എന്ന് പറയുന്നത്, വിദേശികൾ എന്ന് പറയുന്നത്, അവിടെ ഒന്നും വ്യത്യാസമില്ല. അവിടെ എല്ലാവരും സാധാരണ ആൾക്കാരായിട്ട് പങ്കെടുക്കുന്നു, പോകുന്നു. ഇത് ചില സമയത്ത് കൊണ്ട് തിരിച്ചു മടങ്ങി വരുമ്പോഴേക്കും ഞാൻ ആലോചിച്ചു, ഇത് സംഭവിച്ചതാണ്. വലിയൊരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ടും ഒരു അനുഗ്രഹമായിട്ടും തോന്നി. അതാണ് എനിക്ക് പറയാനുള്ളത് ബേസിക്കലി. തീർച്ചയായിട്ടും താങ്കളിപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ ഇത്രയധികം കോടിക്കണക്കിന് ആളുകളാണ് എത്തുന്നത്, പക്ഷേ ഒരൊറ്റ പരാതി പോലും ഇതുവരെ ഉയർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ യോഗി സർക്കാരിനെ അഭിനന്ദിച്ച് എത്ര പുകഴ്ത്തിയാലും അഭിനന്ദിച്ചാലും മതിയാവില്ല. പക്ഷെ ഇതിന് തുടക്കമിടുന്ന, ഇതിനൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വിഷന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ കഴിവ് ശ്രീ യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞൊരു മഹാനായ മനുഷ്യൻ. കാരണം ഇത്രയും പേരെ നിയന്ത്രിക്കുക, ഒരു വേണ്ടാത്തൊരു സംഭവം, ഒരു ചെറിയ പരാതിക്ക് പോലും ഇട കൊടുക്കാതെ ഇത്രയും മനോഹരമായി ചെയ്യുക എന്ന് പറയുന്നത് അസാമൻ, നമുക്കത് വിവരിക്കാൻ പറ്റുന്നില്ല. ഈ ഇരു സർക്കാരുകളും, പിന്നെ ഇതിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥ ബന്ധം, അതുപോലെ പോലീസുകാര്, പിന്നെ അതുപോലെ നാട്ടുകാരുടെ പെരുമാറ്റം, എല്ലാം കൊണ്ടും അതിമനോഹരമായൊരു മേളയായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതിൽ വൃത്തിയുടെ കാര്യത്തിലാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ഇത്രയും മനോഹരമാക്കി നടത്താൻ കഴിയുന്നത് നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. പ്രത്യേകിച്ച് ഞാൻ അവിടെ പോയപ്പോൾ, ഞാൻ അവിടെ താമസിച്ചത് മോഹൻജി എന്ന് പറഞ്ഞൊരു സ്പിരിച്വൽ ഗുരു ഉണ്ട്. ശ്രീ മോഹൻജിയുടെ ആശ്രമത്തിൽ, അവിടെ മോഹൻജി വില്ലേജ് എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്യാമ്പിലാണ് ഞാൻ താമസിച്ചത്. അതിനകത്തൊക്കെ അവർക്ക് ഓരോരുത്തർക്കായിട്ട് അവിടെ സ്ഥലങ്ങൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലങ്ങൾക്കകത്ത് കൃത്യമായി കറണ്ട്, മറ്റു കാര്യങ്ങൾ, മൊബൈൽ ടവേഴ്സ്, എല്ലാ സംവിധാനവും എന്ത് വേണം അത് സർക്കാർ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ തൊട്ടപ്പുറത്തിന് ശ്രീ M, അദ്ദേഹത്തെ ഞാൻ പോയി സന്ദർശിച്ചിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ ക്യാമ്പുകൾ നമ്മൾ കാണുന്ന ഒരു പിക്ചർ അല്ല അവിടെ ചെല്ലുമ്പോൾ. തികച്ച് ഏതെങ്കിലും ഒരു നേരത്തെ കറണ്ട് ഒന്ന് പോവുക, ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പകല് പോലെ ആക്കി വെച്ചിരിക്കുന്നു. എന്തായാലും വളരെയധികം സന്തോഷം. ഈ പറഞ്ഞതുപോലെ താങ്കൾ സ്നാനം ചെയ്ത ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടതാണ്, സോഷ്യൽ മീഡിയയിൽ താങ്കളത് പങ്കുവച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ 12 വർഷത്തെ കുംഭമേളയല്ല, മഹാകുംഭമേളയാണ്. അത് കോടി പുണ്യം എന്ന് പറയണം. അതെ, തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇതങ്ങ് സംഭവിക്കുന്നത്. കാരണം പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് പോകേണ്ടത്. ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, പോകുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മളും പ്രിപ്പയർഡ് ആയിട്ട് പോകണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇത് പ്രതീക്ഷിച്ചു എല്ലാം നന്നാവുന്ന പ്രതീക്ഷിച്ച് വളരെ സാധാരണ മനുഷ്യനായിട്ട് നമ്മളങ്ങ് കൂടുക. ഇതിന്റെ കൂടെ അങ്ങ് നീങ്ങുക. ഒരു മണൽത്തരിയാണ്, കൂട്ടത്തിൽ ഒരു മണൽത്തരിയാണ് നമ്മൾ. അങ്ങനെ എഴുതി അങ്ങ് പോവുക. ഈ കുംഭമേള കൂടുതലായി അറിയാത്ത ആളുകൾക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് വിശദീകരിക്കാമോ?
പ്രധാനമായിട്ടും അവരവിടെ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ 3 തവണയാണ് വെള്ളത്തിൽ മുങ്ങി കിടന്നത്. ഇതിൽ ചിലപ്പോൾ തെറ്റുകൾ കാണും ഞാൻ പറയുന്നത്. ഞാൻ കേട്ടറിവും ഞാൻ അവിടെ ചെയ്ത കാര്യവും പറയും. അപ്പൊ അവർ പറയുന്നത് എപ്പോഴും നമ്മൾ മുങ്ങി താഴുന്നതിന് മുമ്പ് ആദ്യം തന്നെ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ മനസ്സിലാദ്യം നമ്മളെപ്പറ്റി, നമ്മളുടെ കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, മറ്റതെല്ലാം മനസ്സിലാഗ്രഹിക്കുക. അല്ലെങ്കിൽ ചെയ്ത് നമുക്ക് കുറെ ഭാഗ്യങ്ങൾ കിട്ടിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് അത് പ്രാർത്ഥിച്ചിട്ട് ഒരു തവണ നമ്മൾ വെള്ളത്തിൽ മുങ്ങി എണീക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ കുടുംബത്തെ പറ്റിയും കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെ പറ്റിയും, ചിലപ്പോൾ എന്റെ മക്കളും ഭാര്യയും ഉണ്ടെങ്കിൽ അവരുടെ എക്സ്റ്റൻഡഡ് ഫാമിലി എല്ലാവർക്കും നല്ലത് വരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മുങ്ങിത്താഴുക. മൂന്നാമത്തത് നമ്മൾ നമ്മുടെ ചുറ്റും നിൽക്കുന്ന നമ്മുടെ ഗുരുക്കന്മാരുണ്ട്, നമ്മളെ സഹായിച്ചവരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, ലോകത്തുള്ള മറ്റെല്ലാവർക്കും ശത്രുക്കളുണ്ട്, ശത്രുക്കൾ പോലും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി എണീക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു തന്നത്. അത് പ്രകാരം നമ്മൾ ചെയ്യുന്നു. ഒരു വ്യക്തി പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണോ അവിടുത്തെ നിയമമാണോ എന്നറിയില്ല. പിന്നെ പ്രത്യേകിച്ച് ഈ സനാതന ധർമ്മത്തിൽ അങ്ങനെ ഇന്ന റൂളൊന്നും ഇല്ലല്ലോ. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രമാണിച്ച് ചെയ്യാമല്ലോ, അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതുകൊണ്ട് അവിടെ പറഞ്ഞു തന്നൽ പ്രകാരം ഞാൻ ചെയ്തു വന്നു എന്നേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ എന്റെ അനുഭവം പറഞ്ഞൊന്നുമില്ല, ഇത് ശരിയാവണമെന്നില്ല. എനിക്ക് ശരിയും തോന്നിയത് അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഞാൻ ചെയ്തു. ഈ പറഞ്ഞതുപോലെ ഒരുപാട് സന്യാസി ശ്രേഷ്ഠരുമായിട്ടൊക്കെ താങ്കൾക്ക് സംസാരിക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പൊ തന്നെ നമ്മൾ ഈ നാഗസാധുക്കൾ അവർ വരുന്നു. ഇപ്പൊ ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവരാണ് ഇവരിൽ ഭൂരിപക്ഷവും. നമ്മുടെ നാട്ടിൽ ഇവരെ പറ്റി പലപ്പോഴും തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാറുണ്ട്. വസ്ത്രമില്ലാതെ നടക്കുന്നു, അങ്ങനെ. ഞാൻ ചോദിക്കുന്നത്, അവർ ആർക്കും ഒരു ശല്യം ചെയ്യുന്നില്ല. അവർ ഹിമാലയത്തിൽ നിന്ന് വരുന്നു, ഭസ്മം പൂശി ഇവിടെ വരുന്നു. അവര് നമ്മൾ അത്ഭുതപ്പെടുത്തി അവിടെ നിൽക്കാൻ വയ്യാത്ത തണുപ്പ്, കൊടും തണുപ്പാണ്. ഇവരുടെ ദേഹത്ത് വസ്ത്രമുണ്ടോ വസ്ത്രമില്ലെന്നുള്ളതല്ല വിഷയം, അവരെങ്ങനെ ഇത് തരണം ചെയ്യുന്നു. ഇവരെല്ലാം ഏതോ നമ്മളെക്കാളൊക്കെ ഉയർന്ന ഒരു ലെവലിൽ എത്തിയവരാണ്. ഞാൻ എന്നെ വെച്ച പറയുന്ന വേറെ ആരെയും താഴ്ത്തിയോ വലുതാക്കിയല്ലോ. പക്ഷെ ഞാൻ ഇങ്ങനെ അവരിൽ പലരുമായിട്ട് ഇടപെട്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്നേക്കാൾ ഉയർന്ന രീതിയിലുള്ള ചിന്താഗതി, ഞാൻ വിശ്വസിക്കുന്നത് എന്നേക്കാൾ സഞ്ചരിച്ച ആത്മാക്കളായിരിക്കും ഇവരുടെ അകത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നു. അവര് അത്ഭുതകരമായ കാര്യങ്ങൾ പറയുന്നു. ഇവരാരും ഒന്നും ആരോടും ചോദിക്കുന്നില്ല, എന്ത് വേണമെന്നേ ചോദിക്കുന്നുള്ളൂ നമ്മളോട്. പലരുമായി സംസാരിക്കുന്നു, പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ. അപ്പൊ നമുക്കിതൊരു അനുഭവമാണ്. നമ്മൾ പലതും പഠിക്കുകയാണ്, ഓരോ ദിവസവും പഠിക്കുകയാണ്. ഇതൊരു നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് ദൂരെയാണ്. മാത്രമല്ല വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് വരുന്നവർ, നമ്മൾ ജീവിക്കുന്നതോ അല്ലെങ്കിൽ ചിന്തിക്കുന്നതോ അല്ലാത്ത രീതിയിലുള്ള പലരുമായിട്ട് നമ്മൾ അടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്കറിയാൻ കുറേ കിടപ്പുണ്ടല്ലോ. നമുക്കറിയാവുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ. അപ്പൊ മറ്റൊരു ജീവിതം ഉണ്ട് ലോകത്ത്, അതൊക്കെ ഒന്ന് അറിയാൻ കഴിയുന്നു. അതൊരു മഹാഭാഗ്യം. എന്തായാലും വളരെയധികം സന്തോഷം ശ്രീ ജി കൃഷ്ണകുമാർ ഈ ഒരു അവസരത്തിൽ ഒപ്പം ചേർന്നതിനും ഇത്രയും വലിയ അനുഭവങ്ങൾ അമൃത പ്രേക്ഷകരോട് പങ്കുവച്ചതിനും കുംഭമേളയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഒപ്പം ചേർന്നതിന് വളരെയധികം നന്ദി. നന്ദി ശ്രീജ, നന്ദി.